കടുപ്പത്തിലൊരു ചായ ആയിക്കോട്ടെ. ഇക്കൊല്ലത്തെ ഓണം നമുക്ക് പൊടി പിടിക്കാം. ഒരു ചായ കൂടി വേണം സുരേട്ട. എന്താന്നറിയാം, ഇഷ്ടം പോലെ സാധനല്ലേ നമുക്ക് റേഷൻ കടയിൽ നിന്നും സപ്ലൈക്കൊന്നും കിട്ടുന്നത്. അതെ വിക്രമ, ഓണത്തിന് 20,000 കോടി ഉറുപ്പിയാണ് ഇപ്രാവശ്യം സർക്കാർ ചെലവാക്കുന്നത്. ഓ അടിപൊളി. പൈസ എടുക്കണോ? എന്ത് ഇന്നാത്തെ പൈസ തന്നിട്ടില്ല. ആ പൈസ വേണ്ടി കൊണ്ടുവച്ചി പൈസ എടുക്കണോ? തരൂലല്ലടാ എന്നോട്. പൈസ തന്നു ഒരാളെ വേക്കട്ടെ അറിയാം. ഈ വരുത്തിക്കുന്ന കടക്ക് ആ കുട്ടിയാണ് വീട്ടത്. അന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. നിങ്ങളിപ്പോ നല്ല ആളാണ് കൂടെ കുട്ടികള്. എന്തൊക്കെ ഉണ്ടാവുക? ഞാനും അവനോട് കൊറേ പറഞ്ഞിരിക്കണേ. എന്ത് കാര്യം, ഒരേ കാര്യം. ഇത് എന്റെ സ്ഥിരം പരിപാടിയാ. അവൻ കടം വരുത്ത ആ കുട്ടി വീട്ടുക. ഓന്റെ തലവര അല്ല, എന്താ പറയാ. എന്നാ ശരി, വാ നോക്കേ. അല്ല പിന്നെ ചോറുണ്ട് ഇവിടെ. എത്ര റുപ്യ? മീനില്ലാതെ 40, മീനടക്കം 80. എൻ്റെ അടുത്ത് 20 ഉറുപ്പ്യുള്ളൂ. ചോറ് മാത്രം മതി. ശ്രീനിയ ഇവിടെ ചോറ് കൊടുക്ക്. സാമ്പാറിന്റെ കയ്യിലെവിടെ? എവിടെ വെച്ച്? അവിടെ എവിടെയും കാണും. സുരേട്ട ആ പ്ലേറ്റ് ഒന്ന് എടുത്തേ. കേക്ക് വെച്ചിട്ടുണ്ട് അവിടെ. നിങ്ങൾ എവിടുന്നാ? മുന്നേ എവിടെയും കണ്ടിട്ടില്ലല്ലോ. എന്താ, എന്തിനാ നിങ്ങൾ കരയണേ? അതൊന്നും പറയണ്ട. ഞാനൊരു പ്രവാസിയായിരുന്നു. 25 കൊല്ലം ഞാൻ ഗൾഫിലായിരുന്നു. മോനെ പഠിപ്പിച്ച് വീടായി, കടങ്ങളൊക്കെ വീട്ടി. ഇപ്പം എൻ്റെ മോന് ജോലിയുണ്ട്, ഭാര്യ ബാങ്കിലും. ഞാൻ തിരികെ നാട്ടിലേക്ക് പോന്നു. 5 വർഷമായി. ഇപ്പൊ എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല. 3 കൊല്ലം മുന്നേ എന്റെ ഭാര്യ എന്നെ ഇട്ടുപോയി. എന്റെ പേരെ കുട്ടീനെടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഇന്നലെ കുട്ടിയുടെ സ്വർണ്ണമാല കളവ് പോയി. അതെടുത്തത് ഞാനാണെന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. എന്താ ചെയ്യാലേ? അങ്ങനെ ഞാൻ വീട് വിട്ടിറങ്ങിയതാണ്. മനുഷ്യന്റെ ഓരോ സ്ഥിതിയെ എന്താ ചെയ്യാ? ഇമ്പളിപ്പോ എന്താ ചെയ്യാ? വേണ്ട വെച്ചോളൂ. വേണ്ട, വെറുതെ ഒന്നും ഞാൻ കഴിക്കാറില്ല. വിക്രമ അവിടെ നിക്ക്. ഇതാരും മാഷ? വിക്രമ, ഞാൻ വിക്രമിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്താ മാഷേ? നമ്മുടെ സീത ഇപ്പോ സ്കൂളിൽ പോവാറില്ലല്ലേ? 7ാം ക്ലാസ്സിൽ പഠനം നിർത്തിയതാ. അമ്മയ്ക്ക് അസുഖമായി. അച്ഛനാണെങ്കിലും ഏതു നേരം കുടിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും. ജീവിക്കണ്ടേ? അവള് പഠനം നിർത്തി സാറേ. പൂക്കച്ചവടം തുടങ്ങി. ചിരിച്ച് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഒരു പൂക്കൊട്ടയിൽ ജീവിതഭാരം മുഴുവൻ മീറ്റി നടക്കേണ്ട ഗതികേടിലായി ആ കുട്ടി. വലിയ കഷ്ടാണ് സാറേ. വിക്രമ, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. സീതയെ നമുക്ക് സ്കൂളിൽ ചേർക്കണം. ഞാൻ ആ കാര്യങ്ങളൊക്കെ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഈ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന സീതയെ നമുക്ക് സ്കൂളിൽ ചേർക്കണം. സാറിന് പുണ്യം കിട്ടും. ഓൾക്കത് വലിയ സന്തോഷമാകും. ഞാൻ വെക്കേഷൻ നാട്ടിൽ പോയി വരട്ടെ വിക്രമ. അപ്പൊ ശരി. ആയിക്കോട്ടെ.
ആ സീതേ നിൽക്ക്, ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക്. അമ്മയൊന്ന് കാണാലോ. എന്തൊരു ഭംഗിയാണ് നിന്റെ വീടിന്റെ പരിസരമൊക്കെ അല്ലേ? പുഴയുണ്ട്, തോടുണ്ട്. ആഹാ, ഇതാണോ നിന്റെ വീട്? ഇതാണ് മാഷ എന്റെ വീട്. ആഹാ, ഇതാണ് മോളുടെ കൊട്ടാരം. കൊട്ടാരോ? ആ, അമ്മയുടെ വരൂ. അമ്മേ നോക്ക്, ഞാൻ പറയാറില്ലേ ഒരു സാറിന്റെ കാര്യം, സ്കൂളിലെ മാഷ. മോള് പറയാറുണ്ട് സാറിനെ പറ്റി. വേണ്ട വേണ്ട, അമ്മ കിടന്നോളൂ. എന്റെ സാറ് മോളുടെ കാര്യം ആലോചിക്കുമ്പോ മനസ്സിന് വലിയ വിഷമാ. സാരില്ല, എല്ലാം ശരിയാവും. അമ്മ വിഷമിക്കണ്ട. മോളെ നമുക്ക് സ്കൂളിൽ പറഞ്ഞേക്കണം. ഞാൻ ആ കാര്യം സ്കൂളിലെ ഹെഡ് മാസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്. നാളെ സ്കൂൾ വെക്കേഷൻ തുടങ്ങുകയാണേ. ഈ 2 മാസം ഞാൻ നാട്ടിലാണ്. തിരികെ വന്ന സീതയെ നമുക്ക് സ്കൂളിൽ ചേർക്കാം. മാഷേ, എന്റെ മോള്. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. മോള് സന്തോഷായിരിക്കേ. ആ മതി മതി മതി, ഇവിടെ നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ. ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ. ആ വിക്രമ, എന്ത് പറ്റി? വിക്രമ, എന്താ സംഭവിച്ചത്? പറയൂ. സീത പോയി മാഷേ. സാറിനെ പറ്റി സീത എപ്പോഴും പറയാറുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വൈകിട്ട് അവൾ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്നാൽ അവൾ വീട്ടിലേക്ക് എത്തിയില്ല. എല്ലാവരും എല്ലായിടത്തും തെരഞ്ഞു. പിറ്റേ ദിവസം ശരീരമാകെ പിച്ചു ചീന്തിയ നിലയിൽ അമ്പലക്കുളത്തിലെത്തി. പോലീസ് ആ തമ്മാടിയെ പിടിച്ചു. ഈ നാട്ടുകാരനല്ലായിരുന്നു. ആകാശഗംഗയിൽ കുഞ്ഞേ തിരഞ്ഞു ഞാൻ 1000 ആശകൾ കതിരിടും താരമാ. ആകാശഗംഗയിൽ കുഞ്ഞേ തിരഞ്ഞു ഞാൻ 1000 ആശകൾ കതിരിടും താരമായി. ആവില്ലെനിക്കിന്ന് കരയാതിരിക്കുവാൻ ആളുന്നൊരോർമ്മകൾ നീറുന്ന നെഞ്ചുമാ. ആകാശഗംഗയിൽ കുഞ്ഞേ തിരഞ്ഞു ഞാൻ 1000 ആശകൾ കതിരിടും താരമാ.
അന്നു നാം പോയതും അമ്പലക്കാട്ടിലെ കൈതോല ചീന്തിയതും ആർത്തു പെയ്യുന്നൊരാ മഴ നനഞ്ഞോടിയതും ആവോളമുണ്ടെൻ്റെ ഉള്ളിലും ഓർമ്മയാ. തിരികെ വരാത്തൊരു യാത്രയിലെന്തിനായി സ്വപ്നങ്ങൾ കൂടെ നീ കൊണ്ടുപോയി. തിരികെ വരാത്തൊരു യാത്രയിലെന്തിനായി സ്വപ്നങ്ങൾ കൂടെ നീ കൊണ്ടുപോയി. മൂകനിശബ്ദയായി കണ്ടതില്ലിങ്ങനെ വാചാലയാമൊരു പെൺകിടാവേ. ആടിയുലഞ്ഞെൻ്റെ മാനസനൗകയും ആലംബമില്ലാതലയുന്നു പിന്നെയും. ആടിയുലഞ്ഞെൻ്റെ മാനസനൗകയും ആലംബമില്ലാതലയുന്നു പിന്നെയും. ആരാരുമറിയാതെ കാണാമറയത്ത് നീയുമാവാനിലെ താരമായി മാറിയോ. നീയുമാവാനിലെ താരമായി മാറിയോ. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ?